നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ എപ്പോഴൊക്കെ പുതിയൊരു ടീം പ്രഖ്യാപനമോ നായകമാറ്റമോ ഉണ്ടാകുന്നുവോ അപ്പോഴൊക്കെയും വലിയ രീതിയിലുള്ള ചർച്ചകളും വിവാദങ്ങളും കായിക ലോകത്ത് ഉടലെടുക്കാറുണ്ട്. പലപ്പോഴും സെലക്ടർമാരുടെ തീരുമാനങ്ങൾക്കെതിരെ ആരാധകരും മുൻതാരങ്ങളും രണ്ട് ചേരിയായി തിരിഞ്ഞു വാദിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരു സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുകയാണ്. ഒരു കളിക്കാരന്റെ കരിയറിലെ ഉയർച്ച താഴ്ചകളെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ക്രിക്കറ്റ് ലോകം പുതിയ തീരുമാനങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു എന്നത് ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ഗ്രൗണ്ടിലെ മികച്ച പ്രകടനങ്ങൾക്ക് പുറമെ ഒരു കളിക്കാരന്റെ കഠിനാധ്വാനവും മാനസികാവസ്ഥയും കൂടി പരിഗണിച്ചാണ് പലപ്പോഴും വലിയ പദവികൾ അവരെ തേടിയെത്തുന്നത്. വരാനിരിക്കുന്ന വലിയ വിദേശ പര്യടനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് BCCI എടുത്ത പുതിയ തീരുമാനങ്ങളെക്കുറിച്ച് വലിയൊരു വെളിപ്പെടുത്തൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു മുൻ ഇതിഹാസ താരം മാധ്യമങ്ങൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വായനക്കാർക്കിടയിൽ വലിയൊരു ജിജ്ഞാസയാണ് ഇതിനോടകം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയൊരു മാറ്റത്തിന് ഇത് കാരണമാകുമെന്നത് ഉറപ്പാണ്. എന്നാൽ ഈ പുതിയ നായകസ്ഥാനത്തെക്കുറിച്ചും ടീം ലൈനപ്പിനെ കുറിച്ചും അണിയറയിൽ നടക്കുന്ന ചില കാര്യങ്ങൾ കേട്ടാൽ ഏതൊരു സാധാരണ ക്രിക്കറ്റ് പ്രേമിയുടെയും ചോര തിളച്ചു പോകും. ഒരു വശത്ത് പ്രതിഭയുള്ള പല കളിക്കാരെയും ഫോമിലായിരുന്നിട്ടും ബോധപൂർവം മാറ്റി നിർത്താൻ ചില ലോബികൾ പുതിയ കുത്തിത്തിരിപ്പുകൾ നെയ്തുകൂട്ടുമ്പോൾ, മറുഭാഗത്ത് ടീമിൽ നിന്നും പുറത്തായ സമയത്ത് പോലും നിരാശനാകാതെ കഠിനാധ്വാനം ചെയ്ത മറ്റൊരു താരത്തെയാണ് തലപ്പത്തേക്ക് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ടീമിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടപ്പോഴും വിഷമിച്ചിരിക്കാതെ ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് മടങ്ങിപ്പോയി രഞ്ജി ട്രോഫി, ദുലീപ് ട്രോഫി, ഇറാനി ട്രോഫി, വിജയ് ഹസാരെ ട്രോഫി എന്നിവയിലെല്ലാം തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച ഒരു കളിക്കാരനെയാണ് ഇപ്പോൾ BCCI നായകനാക്കിയിരിക്കുന്നത്. ഇതേ കഠിനമായ വഴിയിലൂടെ തന്നെയാണ് മറ്റൊരു പ്രമുഖ താരമായ ഇഷാൻ കിഷനും തന്റെ ഫോമിലേക്ക് തിരികെ വന്നത് എന്നത് കായിക രംഗത്തിന് വലിയൊരു നന്മയായി കാണാൻ സാധിക്കും. പുറമെ സിസ്റ്റത്തിന്റെ കുറ്റങ്ങൾ മാത്രം പറയുന്നവർക്ക് മുന്നിൽ കൃത്യമായ സമയത്ത് കഠിനാധ്വാനത്തിനുള്ള ഫലം ആ താരത്തെ തേടിയെത്തിയത് അർഹതയ്ക്കുള്ള അംഗീകാരം തന്നെയാണ്. സെലക്ടർമാരുടെ ഇത്തരം അപ്രതീക്ഷിത തീരുമാനങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിലും ആരാധകർക്കിടയിലും വലിയ രീതിയിലുള്ള ആഭ്യന്തര തർക്കങ്ങൾ ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചുകാലമായി ഇന്ത്യയെ പ്രമുഖ ടൂർണമെന്റുകളിൽ വിജയങ്ങളിലേക്ക് നയിച്ച ചില സീനിയർ താരങ്ങളെ പെട്ടെന്ന് ഒരു പരമ്പരയിൽ നിന്നും ഒഴിവാക്കുമ്പോൾ അത് ആരാധകരിൽ വലിയ രീതിയിലുള്ള അമർഷവും ദേഷ്യവും ഉണ്ടാക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും മികച്ച ഫോമിലുള്ള കളിക്കാരെ ഇങ്ങനെ നിഷ്കരുണം തഴയുന്നത് എന്ന ചോദ്യം മാധ്യമങ്ങളിൽ എപ്പോഴും ഉയരാറുണ്ട്. എന്നാൽ മുൻപ് നേടിയ വിജയങ്ങളെ മാത്രം മുന്നിൽ നിർത്തി ആർക്കും ടീമിൽ എക്കാലവും തുടരാനാകില്ല എന്ന കടുത്ത നിലപാടിലാണ് ചില മുൻതാരങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. സിനിമയിലെ പോലെ റെഡിയാണോ എന്ന് ഫോൺ വിളിച്ച് ചോദിച്ചല്ല BCCI ഇവിടെ ടീമിനെ പ്രഖ്യാപിക്കുന്നത് എന്ന തരത്തിലുള്ള രൂക്ഷമായ പ്രതികരണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കളിക്കാർ എപ്പോഴും ക്രിക്കറ്റ് ബോർഡിനെയും കോച്ചിനെയും ക്യാപ്റ്റനെയും ബഹുമാനിക്കണമെന്നും അവസരം ലഭിച്ചില്ലെങ്കിൽ കൂടുതൽ മത്സരങ്ങൾ കളിച്ച് മികച്ച പ്രകടനം പുറത്തെടുക്കുകയാണ് വേണ്ടതെന്നുമുള്ള ഉപദേശങ്ങൾ ക്രിക്കറ്റ് ലോകത്ത് വലിയൊരു ചർച്ചയ്ക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഈ വിഷയത്തിന് പിന്നിലേക്ക് നോക്കിയാൽ മുൻപ് നടന്ന മത്സരങ്ങളിൽ നമ്മുടെ ചില പ്രമുഖ താരങ്ങൾ നടത്തിയ വിസ്മയകരമായ പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇന്ത്യയെ വലിയ ലോകകപ്പ് കിരീടങ്ങളിലേക്ക് വരെ നയിച്ച ചരിത്രമുള്ള ആ സൂപ്പർ താരത്തെ വരാനിരിക്കുന്ന അയർലൻഡ്, ഇംഗ്ലണ്ട് പര്യടനങ്ങൾക്കുള്ള ടീമിൽ നിന്ന് ഒഴിവാക്കിയത് വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. അന്ന് ആരാധകർ ചോദിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഒരു മറുപടി നൽകാൻ സെലക്ഷൻ കമ്മിറ്റി തയ്യാറായിരുന്നില്ല. എന്നാൽ ഇതിൽ വിവാദങ്ങളുടെ ആവശ്യമില്ലെന്നും സെലക്ടർമാരുടെ തീരുമാനത്തെ പൂർണ്ണമായും ബഹുമാനിക്കണമെന്നുമാണ് ഇപ്പോൾ ഉയർന്നുവരുന്ന പ്രധാന വാദം. കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം കണ്ട നിരാശയെ മാറ്റിമറിക്കാൻ പോകുന്ന തരത്തിലുള്ള ബാറ്റിംഗ് വിരുന്ന് സമ്മാനിക്കാൻ പുതിയ യുവനിരയ്ക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വരാനിരിക്കുന്ന രണ്ട് പ്രധാന 2020 പരമ്പരകൾക്കുള്ള ടീം ലൈനപ്പിലെ ഈ പുതിയ മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയൊരു അഗ്നിപർവ്വതമായി പുകയുമെന്നത് ഉറപ്പാണ്. മലയാളി ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചില കാര്യങ്ങളും ഇതിനോടകം തന്നെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്.
ഇവിടെയാണ് ക്രിക്കറ്റ് പ്രേമികളെയും മലയാളി ആരാധകരെയും ഒരേപോലെ ആവേശത്തിലാഴ്ത്തുന്ന ആ വലിയ സസ്പെൻസ് വെളിപ്പെടുന്നത്. നമ്മുടെ ശ്രേയസ് അയ്യരെ ഇന്ത്യൻ 2020 ടീമിന്റെ പുതിയ ക്യാപ്റ്റനാക്കാനുള്ള BCCI തീരുമാനത്തെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് മലയാളി ഇതിഹാസ താരം ശ്രീശാന്ത് തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ശ്രേയസ് ഈ അംഗീകാരം ശരിക്കും അർഹിക്കുന്നുണ്ടെന്ന് ശ്രീശാന്ത് അടിവരയിട്ട് പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, ശ്രേയസിന് ഒരു വമ്പൻ മല്ലു കണക്ഷൻ കൂടിയുണ്ട്. പുള്ളി മുംബൈയിലാണ് ജനിച്ചതെങ്കിലും ഒരു പക്കാ മലയാളിയാണ്. നമ്മുടെ സ്വന്തം സഞ്ജു സാംസണും ഇഷാൻ കിഷനും ശ്രേയസ് അയ്യരുമെല്ലാം ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒന്നിച്ച് തിളങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ടെന്നും കേരളത്തിൽ നിന്ന് ഒരു 4-5 കളിക്കാരെങ്കിലും ഒരുമിച്ച് നീലക്കുപ്പായത്തിൽ കളിക്കണമെന്നത് തന്റെ വലിയൊരു സ്വപ്നമാണെന്നും ശ്രീശാന്ത് തുറന്നു പറഞ്ഞു. സൂര്യകുമാർ യാദവിനെ ടീമിൽ നിന്ന് ഒഴിവാക്കിയതിൽ വിവാദം ഉണ്ടാക്കേണ്ടതില്ലെന്നും സഞ്ജുവും ശ്രേയസും അടങ്ങുന്ന പുതിയ സംഘത്തെ പിന്തുണയ്ക്കണമെന്നുമുള്ള ശ്രീശാന്തിന്റെ ഈ മാസ് വാക്കുകൾ വരും ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വലിയൊരു കൊടുങ്കാറ്റായി മാറുമെന്നത് ഉറപ്പാണ്. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി സ്പോർട്സ് പിച്ച് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്